ഇന്നത്തെ നമ്മുടെ റെസിപ്പി പഴയ കാലങ്ങളിലൊക്കെ നമ്മൾ കഴിച്ചിരുന്ന ഒരു ഐറ്റത്തിൻ്റെ ടേസ്റ്റിൽ തയ്യാറാക്കിയെടുക്കുന്ന ഒരു റെസിപ്പിയാണ്, ഒരു പലഹാരമാണ് നമ്മളിന്നിവിടെ ഷെയർ ചെയ്യുന്നത്. നല്ല ടേസ്റ്റാണ്. മുമ്പൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിരുന്ന ഒരു ഐറ്റം തന്നെ ആയിരിക്കും ഈ രീതിയിലുള്ള ഒരു പലഹാരം. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്തെടുക്കുന്നത് നമുക്ക് നോക്കാം. ഇതിന് വേണ്ടിയിട്ട് ഞാനൊരു ബൗൾ എടുത്തിട്ടുണ്ട്. ആ ഒരു ബൗളിലേക്ക് 1 കപ്പ് അരിപ്പൊടി ചേർത്ത് കൊടുക്കുക. വറുത്തതോ വറുക്കാത്തതോ ഏത് എടുത്താലും കുഴപ്പമൊന്നുമില്ല. അതിനനുസരിച്ച് നമ്മളിതിലേക്ക് ചേർക്കുന്ന ഓരോ ഇൻഗ്രീഡിയൻസിന് ചെറിയ മാറ്റം വരും, അത്രയേ ഉള്ളൂ. അപ്പോൾ ഞാനിവിടെ വറുക്കാത്ത അരിപ്പൊടിയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. പിന്നെ അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂണ് ബട്ടറാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. റൂം ടെമ്പറേച്ചറിലുള്ള സോഫ്റ്റ് ആയിട്ടുള്ള ബട്ടറാണ് കേട്ടോ ചേർത്തിട്ടുള്ളത്. എന്നിട്ട് ഇത് നമുക്ക് കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ആ ബട്ടർ ആ ഒരു പൊടിയിലേക്ക് എത്തുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അതിനുശേഷം നമ്മൾ അതിലേക്ക് ഇളം ചൂടുള്ള പാൽ ഒഴിച്ചിട്ടാണ് ഈ ഒരു മാവ് കുഴച്ചെടുക്കാൻ പോകുന്നത്. അപ്പോൾ പാല് കറക്റ്റ് അളവ് ഞാൻ പറയുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, നമ്മൾ ഈ ഒരു പൊടിക്ക് ഓരോ പൊടിക്കനുസരിച്ച് മാറ്റം വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഞാനിവിടെ ടോട്ടൽ 1 കപ്പ് എടുത്തിട്ടുണ്ട്. അത് മുഴുവനായിട്ട് വേണോ വേണ്ടേന്ന് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ അത് കുറേശ്ശെ വേണം പാൽ ഒഴിച്ചു കൊടുക്കാനായിട്ട്. പാലിലാവുമ്പോഴാട്ടോ തോന്നും, വെള്ളത്തിൽ നമുക്ക് ചെയ്യാം. പാലിലാവുമ്പോൾ ഒന്നുകൂടെ നല്ല ടേസ്റ്റി ആയിരിക്കും ഈ ഒരു സ്നാക്ക്. അപ്പോൾ അങ്ങനെ കുറേശ്ശെ ഒഴിച്ചു കൊടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. അപ്പോൾ നമുക്കിങ്ങനെ കുഴച്ചെടുക്കുമ്പോൾ അറിയാമല്ലോ എത്രത്തോളം വെള്ളം ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കണമെന്ന്. അപ്പോൾ ഞാനിവിടെ ടോട്ടലായിട്ട് 3/4 കപ്പ് ഇളം ചൂടുള്ള പാലാണ് ഇതിലേക്ക് വേണ്ടിയിട്ട് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ എനിക്ക് ഇത്രയും മതി. വറുത്ത അരിപ്പൊടിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇതിലും കൂടുതൽ വേണ്ടി വരും കേട്ടോ. അപ്പോൾ ഞാനിതാ അത് നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കതിൽ നിന്ന് ചെറിയ പീസ് എടുത്തിട്ട് ഇങ്ങനെ ഉരുട്ടിയിട്ട് ഈ ഒരു ഷേപ്പിൽ ഉരുട്ടിയിട്ടെടുക്കുക. അങ്ങനെ എല്ലാം ഇതുപോലെ തന്നെ കുഞ്ഞു ഇതുപോലെ ഈ ഒരു ഷേപ്പിൽ ചെറിയ പീസായിട്ട് ഇങ്ങനെ എടുത്തിട്ട് ഇതുപോലെ ഉരുട്ടിയിട്ട് വെക്കുക കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ തയ്യാറാക്കിയെടുക്കുന്നത് പണ്ട് കാലങ്ങളിലൊക്കെ നമ്മൾ മിഠായി കടയിൽ നിന്നും ഒക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്ന ഒരു ഐറ്റമാണ്. നിങ്ങളുടെ അവിടേക്ക് അതിനെന്താ പേരെന്ന് എനിക്കറിയില്ല. ആ ഒരു ഐറ്റത്തിൻ്റെ ടേസ്റ്റിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു സ്നാക്കാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഇവിടെയൊക്കെ പണ്ട് പറഞ്ഞിരുന്നത് ചക്കക്കുരു മിഠായി എന്നൊക്കെ ആയിരുന്നു കേട്ടോ പറഞ്ഞിരുന്നത്. 10 പൈസക്ക് കിട്ടിയിരുന്നു കേട്ടോ അന്നൊക്കെ. 1 രൂപക്ക് 10 എണ്ണമൊക്കെ കിട്ടുന്ന രീതിയിലായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ അതാ ഇതുപോലെ എല്ലാം നമുക്കിതുപോലെ ഉരുട്ടിയെടുക്കാം. എല്ലാം ഒരേ സൈസിൽ ഇതുപോലെ ഉരുട്ടിയെടുക്കാം. അപ്പം മുഴുവനായിട്ട് ഞാനിതുപോലെ ഉരുട്ടിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇത് ഫ്രൈ ചെയ്തെടുക്കണം. അതിന് ശേഷമാണ് ബാക്കി കാര്യങ്ങൾ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഓയിലൊന്ന് ചൂടാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. ഓയിൽ നന്നായിട്ട് ചൂടായ ശേഷം ലോ ടു മീഡിയത്തിൻ്റെ ഇടയിലായിട്ട് വെച്ച് കൊടുക്കാം കേട്ടോ. ഇത് നമുക്ക് നല്ല ഹൈ ഫ്ലെയിമിൽ ഫ്രൈ ചെയ്തെടുക്കരുത്. അപ്പോൾ നമുക്ക് ഉൾഭാഗം ഒന്ന് ക്രിസ്പി ആയിട്ട് കിട്ടില്ല. അതിൻ്റെ ഉൾഭാഗവും ക്രിസ്പി ആവണം, അതുപോലെ തന്നെ പുറം ഭാഗവും ക്രിസ്പി. ആ രീതിയിലാണ് നമുക്കിത് കിട്ടുക. അപ്പം സാവധാനം കുക്ക് ചെയ്തെടുത്തെങ്കിൽ മാത്രമേ അതൊക്കെ ഉൾഭാഗമായാലും മുകൾ ഭാഗം എല്ലാം ക്രിസ്പി ആയിട്ട് കിട്ടുള്ളൂ. അപ്പം അതിന് വേണ്ടിയിട്ട് ചെറിയ തീയിലിട്ടിട്ട് വേണം ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. തിരിച്ചും മറിച്ചൊക്കെ ഇട്ടിട്ട് ഒരു ഗോൾഡൻ കളർ ആവുന്ന വരെ നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കണം. ഇടയ്ക്കിടെ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് എല്ലാ ഭാഗവും ഒരേ കളറാകുമ്പോഴായിട്ട് നമ്മളിത് കോരിയെടുക്കുക. പിന്നെ നമ്മളിത് ഇങ്ങനെ ഇളക്കി കൊടുക്കുമ്പോൾ തന്നെ അതിൻ്റെ സൗണ്ടൊക്കെ നമുക്ക് മാറുന്നതായിട്ട് ഫീൽ ചെയ്യും. ഇങ്ങനെ ക്രിസ്പി ആകുമ്പോൾ തന്നെ നമുക്ക് അറിയാൻ പറ്റുമല്ലോ. അപ്പോൾ അത് കളറൊക്കെ ചേഞ്ചായി വന്നിട്ടുണ്ട്. ഒന്നും കൊണ്ടൊന്ന് ഡാർക്ക് കളറാകുമ്പോൾ അതൊക്കെ ചെറിയ തീയിൽ വെച്ചിട്ട് തന്നെയാണ് കേട്ടോ ഞാൻ ഈ ഡാർക്ക് കളറാക്കി എടുത്തിട്ടുള്ളത്. ഈ ഒരു കളറാകുമ്പോൾ നമുക്ക് ഈ ഓയിലിൽ നിന്ന് കോരിയെടുക്കാം. അങ്ങനെ എണ്ണയൊന്നും കുടിക്കാത്ത ഒരു സ്നാക്ക് തന്നെയാണ് കേട്ടത്. ഇത് ഞാൻ ജസ്റ്റ് അതിലുള്ളതൊന്ന് ജസ്റ്റ് പോകാൻ വേണ്ടിയിട്ട് ഒരു പേപ്പറിലേക്ക് മാറ്റുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ നമുക്ക് എല്ലാം ഒന്ന് ചുട്ടെടുക്കാം. അപ്പോൾ ഞാനിത് 2 ബാച്ചായിട്ടാണ് ചുട്ടെടുക്കുന്നത്. ഇതിൽ കൂടുതൽ ഓയിലൊക്കെ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഒറ്റ ബാച്ചിൽ നമുക്ക് ചുട്ടെടുക്കാം. അപ്പോൾ ഞാൻ സെക്കൻഡ് ബാച്ചും ഇതുപോലെ തന്നെ ചുട്ടെടുക്കുന്നുണ്ട്. അതും ചുട്ടെടുത്ത ശേഷം നമുക്ക് ഇതിലേക്ക് വേണ്ടിയിട്ട് ഒരു ശർക്കരപ്പാനി റെഡിയാക്കി എടുക്കണം. അപ്പോൾ ശർക്കരപ്പാനിയിൽ കോട്ട് ചെയ്തിട്ടാണ് ഈ ഒരു സ്നാക്ക് കിട്ടുക. അപ്പോൾ ഏറെക്കുറെ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും എന്ത് മിഠായിയാണ് നമ്മൾ തയ്യാറാക്കി എടുക്കുന്നതെന്ന്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാനിലേക്ക് ശർക്കര ഉരുക്കിയെടുക്കാൻ വേണ്ടിയിട്ട് 3/4 കപ്പ് ശർക്കര പൊടിച്ചിട്ടാട്ടോ ഇട്ട് കൊടുത്തിട്ടുള്ളത്, 3/4 കപ്പ്. അപ്പോൾ അത് ഇതിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം പിന്നെ ഒരു 2 ഏലക്കായുടെ സീഡ്സ് പൊടിച്ചിട്ട് അതും ഇട്ട് കൊടുക്കുന്നുണ്ട്. 2 ടേബിൾ സ്പൂൺ വെള്ളവും ചേർത്തിട്ടുണ്ട് കേട്ടോ, അതൊന്ന് മെൽട്ടായി കിട്ടാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മെൽട്ടാക്കി എടുക്കുക. 2 ടേബിൾ സ്പൂൺ തന്നെ മതി കേട്ടോ ഇതിലേക്ക് വെള്ളം ചേർക്കുന്നത്. അപ്പോൾ അത് ചെറിയ തീയിലിട്ടിട്ട് ചെയ്തെടുത്താൽ മതി. പിന്നെ ഈ ഒരു ശർക്കരപ്പാനിയുടെ പരുവെന്ന് പറയുന്നത് ശർക്കര നന്നായിട്ട് തിളച്ചു വന്ന് ഇതുപോലെ ബബിൾസ് ആയിട്ട് ഇങ്ങനെ വരുന്ന സമയത്ത്, ഇതുപോലെ വലിയ ബബിൾസ് ആയിട്ട് വരുന്ന സമയത്ത് വേറൊരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്തിട്ട് ഇതിൽ നിന്നൊരു ഡ്രോപ്പ് ആ ഒരു പാത്രത്തിലേക്ക് ഉറ്റിച്ച് നോക്കുന്ന സമയത്ത് ആ ഒരു ശർക്കരപ്പാനി നമുക്കിങ്ങനെ ബോൾസ് ആക്കി എടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അതാണ് കേട്ടോ അതിൻ്റെ കറക്റ്റ് പരുവം. ഇപ്പോൾ ഇത് കറക്റ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടത് ഇതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ള സ്നാക്ക് ഉണ്ടല്ലോ അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം.
ഒരു സമയത്ത് കേട്ടോ. എന്നിട്ട് ആ ഒരു ശർക്കര എല്ലാ ഭാഗത്തേക്കും എത്തുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് കോട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് ആ ശർക്കരപ്പാനിയൊക്കെ അതിൽ കിടന്നിട്ട് വറ്റണം. അതുവരെ ഒന്ന് വറ്റിച്ചെടുക്കണം നമുക്ക്. അപ്പോൾ ഇതുപോലെ എല്ലാ ഭാഗത്തേക്കും ആ ശർക്കരയൊക്കെ എത്തുന്ന രീതിയിലൊന്ന് വറ്റിച്ചെടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇതൊക്കെ കറക്റ്റായിട്ട് ശർക്കരയൊക്കെ ഒന്ന് വറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ നന്നായിട്ട് മിക്സ് ചെയ്ത് വറ്റിച്ചെടുത്ത ശേഷം നമുക്കിതൊരു തണുക്കാനായി ഈ ചൂടോട് കൂടെ കഴിക്കുന്ന സമയത്ത് നമുക്ക് അത്ര കണ്ട് ക്രിസ്പിയായിട്ടും ഒന്നും തോന്നില്ല. ഒന്ന് തണുത്ത് വരണം. തണുത്ത് വരുമ്പോഴാണ് നല്ല അടിപൊളിയായിട്ട് ക്രിസ്പിയായിട്ട് കിട്ടും. പിന്നെ നമുക്ക് പണ്ടൊക്കെ ചിലപ്പോൾ ഇതൊക്കെ റെഡ് കളറിലൊക്കെ കിട്ടാറുണ്ട്. ഈ ഒരു കളറും കിട്ടും, റെഡ് കളറും കിട്ടാറ്. റെഡ് കളർ കിട്ടണമെന്നുണ്ടെങ്കിൽ ആ ശർക്കര പാനിയിൽ കുറച്ച് റെഡ് ഫുഡ് കളറൊക്കെ ആഡ് ചെയ്ത് കൊടുത്തിട്ടാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. അപ്പോൾ ഈ രീതിയിൽ ചെയ്തെടുത്തിട്ട് നമുക്കിതൊന്ന് മാറ്റി വെക്കാം. വേറൊരു പാത്രത്തിലേക്ക് ഇത് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കാം കേട്ടോ. അങ്ങനെ ഇങ്ങനെ ദൂരേക്കാക്കി വെക്കാനായിട്ട് ഒന്ന് ശ്രദ്ധിക്കുക. പിന്നെ അങ്ങനെ ഒട്ടി പിടിക്കുന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. തണുത്ത ശേഷം നമുക്കതൊന്ന് അടർത്തിയെടുക്കാവുന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അതെല്ലാം അതിൽ ഒരു പാത്രത്തിലേക്ക് മാറ്റുന്നുണ്ട്. പിന്നെ അത് തണുത്ത ശേഷം നമുക്കതെല്ലാം സെപ്പറേറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഈസിയാണ്. നല്ല ക്രിസ്പി ആയിട്ട് കിട്ടിയിട്ടുമുണ്ട്. നമുക്കിതിങ്ങനെ എടുക്കുന്ന സമയത്ത് തന്നെ മനസ്സിലാവും നല്ല ക്രിസ്പി ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുമുണ്ട്. പിന്നെ ഇത് കഴിച്ചു നോക്കുമ്പോഴേ ആയാലും നല്ല അടിപൊളിയായിട്ട് തന്നെ ക്രിസ്പി ആയിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇത് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പഴയ കാലത്തെ ആ ഒരു റെസിപ്പി നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അവിടെ അതിന് പറയുന്ന പേരെന്താണെന്നും കൂടെ ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. നല്ല ക്രിസ്പിയാണ് കേട്ടോ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ട്രൈ ചെയ്ത് നോക്കുന്ന സമയത്ത് ഫീഡ്ബാക്ക് അറിയിക്കാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇൻഷാല്ലാ പുതിയൊരു നല്ല റെസിപ്പിയായിട്ട് അടുത്തൊരു ദിവസം കാണാം. താങ്ക്